നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എയർപോർട്ടിലെ റൺവേയിൽ വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ നമുക്കറിയാം, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം വലിയൊരു തരത്തിലുള്ള ദുരന്തത്തിലേക്ക് അത് വഴിമാറും എന്നുള്ളത്. കഴിഞ്ഞ ദിവസമാണ് മുഖാമുഖം രണ്ട് വിമാനങ്ങൾ തമ്മിൽ വരികയും കൂട്ടിയിടിക്കുകയും ചെയ്തത്. ഫിലിപ്പീൻസിലെ മനീല നിനോയി അക്വിനോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേയിലാണ് സംഭവം നടന്നത്. പാർക്ക് ചെയ്തിരുന്ന ഫിലിപ്പീൻസ് എയർലൈൻസ് വിമാനത്തിൽ സൗദി അറേബ്യയുടെ ഔദ്യോഗിക വിമാന കമ്പനിയായ സൗദിയ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് മനീലയിൽ നിന്നും ജിദ്ദയിലേക്കുള്ള സൗദിയ വിമാന സർവീസുകൾ റദ്ദാക്കി. ചൊവ്വാഴ്ച രാത്രി 11:30 കൂടിയാണ് സംഭവം നടന്നത്. ജിദ്ദയിലേക്ക് പുറപ്പെടാനായി റൺവേയിലൂടെ നീങ്ങുകയായിരുന്ന സൗദിയുടെ ബോയിംഗ് 787 വിമാനത്തിന്റെ ഇടതുവശത്തെ ചിറക് അവിടെ പാർക്ക് ചെയ്തിരുന്ന ഫിലിപ്പീൻസ് എയർലൈൻസിന്റെ A32 വിമാനത്തിന്റെ വാലിൽ ശക്തമായി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഫിലിപ്പീൻസ് വിമാനത്തിന്റെ വാലിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചു. അപകട സമയത്ത് ഫിലിപ്പീൻസ് വിമാനത്തിൽ യാത്രക്കാരോ ജീവനക്കാരോ ഉണ്ടായിരുന്നില്ല എന്നതാണ് വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവാകാൻ രക്ഷപ്പെട്ടത്. സൗദിയ വിമാനത്തിലെ യാത്രക്കാരും ജീവനക്കാരും പൂർണ്ണ സുരക്ഷിതരാണെന്നാണ്, ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. എന്നാൽ ഇടിയുടെ ആഘാതത്തിൽ എല്ലാവരും ഭയന്നു പോയിരുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. അപകടത്തിൽപ്പെട്ട ഫിലിപ്പീൻസ് വിമാനം വിശദമായ സാങ്കേതിക പരിശോധനകൾക്കായി സർവീസിൽ നിന്നും താൽക്കാലികമായി പിൻവലിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് ഫിലിപ്പീൻസ് ഏവിയേഷൻ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് വ്യാഴാഴ്ച നടക്കേണ്ടിയിരുന്ന സൗദിയുടെ മനീല ജിദ്ദ സർവീസും റദ്ദാക്കിയതായി എയർലൈൻസ് അറിയിച്ചു. വിമാനങ്ങൾ കൂട്ടിയിടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും സമാനമായി 2 എയർ ഇന്ത്യ വിമാനങ്ങൾ റൺവേയിൽ ഇത്തരത്തിൽ മുഖാമുഖം വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ തലനാഴിലേക്കാണ് ഇവ രണ്ടും ഈ മുഖാമുഖം വരികയും പെട്ടെന്ന് തന്നെ പൈലറ്റുമാരുടെ ഈ ദ്രുതഗതിയിലുള്ള നീക്കം അത് വലിയൊരു അപകടത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സഹായിച്ചു എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്.